ദേവി ആത്മരാഗമേകാം കന്യാവനിയിൽ സുഗതം കളഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപരമനാദി സോപാനം അനഘസൂരമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നമസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ സംഗീതമേ അമര സല്ലാപമേ ആ യശോദ 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 ഈ പാട്ടുകാരൻ സിനിമാക്കാർക്ക് വേണ്ടേ? അതെ, ഈ കൂടുതലും ഞാൻ ഈ ചാനലിലും അല്ലെ അതുപോലെ ഈ ലൈവിലും ഒക്കെ പാടുമ്പോൾ പാടുന്ന പാട്ട് ആ ഗായകരുമായിട്ട് ചെറിയ സാമ്യം ഉണ്ട്. ശബ്ദത്തിന് ഞാൻ പഠിച്ചതിൻ്റെ ആയിരിക്കും എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് ഫിലിമിലോട്ട് വരാനൊരു വലിയ വിഷയമാണെന്നൊക്കെയാണ് പറയുന്നത്, സ്വന്തം ഐഡന്റിറ്റി. പക്ഷെ എനിക്കായിട്ട് സ്വന്തമായിട്ടൊരു പാട്ട് തരുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് എൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് പാടുന്നത്. പക്ഷെ അങ്ങനെ ഇതുവരെ ആരും തന്ന് പരീക്ഷിച്ചിട്ടില്ല, അതാണ് വിഷയം. അങ്ങനെ സ്വന്തമായിട്ട് സ്വരത്തിൽ പാടാനുള്ള ഇതുണ്ട് അല്ലേ? പിന്നെ എനിക്ക് എൻ്റെ സ്വന്തം ഒന്ന് കേൾക്കട്ടെ, സ്വന്തം സ്വരത്തിലുള്ള സാധനം ഒന്ന് കേൾക്കട്ടെ. ഞാൻ ചെയ്തൊരു പാട്ട്, ഒരു ക്രിസ്തീയ ഭക്തിയാനുണ്ട്, അത് ഞാൻ തന്നെ സംഗീതം നൽകിയതാ. നല്ലിടയനായ കർത്താവേ എന്നിൽ കൃപ ചൊരിയണമേ ഈശോയേ എന്നീശോയേ നല്ലിടയനായ കർത്താവേ എന്നിൽ നിൻ കൃപ ചൊരിയണമേ നീയേ വഴിയും നീയേ സത്യവും നീയേ ജീവനും. ഇതാണ് സുമേഷിന്റെ ഒറിജിനൽ സ്വരം അല്ലേ? ഇത് മനോഹരമാണ് സാധനം. എന്നിട്ട് പോലും നമ്മുടെ ഈ ചലച്ചിത്ര ലോകം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്നാണ്. അങ്ങനെ പറയുന്ന അവസരം തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുന്ന ഘട്ടത്താറുണ്ടോ? മ്യൂസിക് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ സിനിമാ സംവിധായകരും ഒക്കെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറയാതെ പോലും ഇങ്ങോട്ട് വിളിച്ചിട്ട് ചില അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അടുത്ത പടത്തില് ചാൻസ് ഉണ്ടാവുന്നൊക്കെ. ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ കണ്ട നാദൃശ്യയും ദിലീപ് ഒക്കെ വിളിച്ച് ഓവർ പറഞ്ഞു. ആ പ്രോജക്റ്റ് ഒക്കെ നടന്നായിരുന്നോ? ഇല്ല. വളരെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഇക്കെ വിളിച്ചു. അപ്പം മറ്റേ കേശു വീടിന്റെ പുന്നാരപ്പൂങ്കാട്ടിൽ ആ സോങ് ആയിരുന്നെന്നും. അതെയോ? അത് പിന്നെ അത് ദിലീപ് ഏട്ടൻ മറ്റേ ഏജ് ഉള്ള ക്യാരക്ടറായിട്ടല്ലേ അഭിനയിച്ചു. അപ്പം ദാസ് സാറിന്റെ വോയിസുമായിട്ട് അങ്ങനെ അത് നോക്കിയതാന്നൊക്കെ ഇക്ക തന്നെ നേരിട്ട്. അതൊക്കെ കിട്ടുവാണെങ്കിൽ ട്രാക്ക് ഇക്ക മറ്റേ പുന്നാരപ്പൂങ്കാട്ടിൽ അതിന്റെ ട്രാക്ക് മൈനസ് എനിക്ക് അയച്ചു. ഞാൻ അതാ എല്ലാം പോയി ആ ട്രാക്ക് ഒറിജിനൽ ദാസാർ പാടിയായിട്ടാ പാടുന്നത്. നിങ്ങൾ ട്രാക്ക് പാടിച്ചത് അല്ല, ഞാൻ ട്രാക്ക് ആ മൈനസ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ. അപ്പൊ അതൊരു പ്രതീക്ഷയായിരുന്നില്ല ആ പ്രോജക്റ്റിൽ. പിന്നെ അതങ്ങാണ് ഞാൻ പാടിയ ലൈവ്. ദൈവമേ, അതുപോലെ എന്താണ് വരും പ്രതീക്ഷയോടല്ലായിരുന്നു കണ്ടത്? നമ്മുടെ സമയമായി കാണത്തില്ല. പിന്നെ എന്താ ഗോഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു ഇതില്ലല്ലോ. നമ്മള് കൂലിപ്പണിക്കാരൻ രഘുവിന്റെ മോനാവന് ഇത്രയൊക്കെ വളർന്നത് തന്നെ വലിയ കാര്യം. അച്ഛൻ ഭാവത പാരായണം ഫീൽഡും ഒക്കെ. ദിലീപേട്ടനെ വിളിച്ചതല്ലേ? പിന്നെ ദിലീപേട്ടൻ വിളിച്ച അന്ന് എൻ്റെ കണ്ണിനൊരു പ്രോബ്ലം ഉണ്ട്, ഗ്ലോക്കോമ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ കണ്ണിന് കംപ്ലീറ്റ് കാഴ്ചയില്ല, ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഈ എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ഏത് രാജ്യത്ത് കൊണ്ടുപോയാലും അത് ചെയ്യാമെന്ന് ദിലീപേട്ടൻ അന്ന് എന്നോട് പറഞ്ഞായിരുന്നു.
അത് വാക്കായിട്ട് മാത്രം അവശേഷിക്കും അല്ലേ? അത് അന്ന് പിന്നീട് ഒരുപാട് പേഴ്സണലായിട്ടുള്ള അവരുടെ വിഷയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്തേലും തിരക്കുള്ള മനുഷ്യർ അവര് അങ്ങനെ പറഞ്ഞു തന്നെ എൻ്റെ ഭാഗ്യം അവർക്ക് അപ്പം അങ്ങനെ പറയുന്നത്. കാരണം അവർക്ക് വലിയ വലിയ ആളുകളല്ലേ. അല്ല, നമ്മൾ അവസരം ചോദിച്ചാൽ അങ്ങോട്ട് ചെന്നല്ല ഇങ്ങോട്ട് ഒരു ഫോൺ കോൾ വരുന്നു, നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. നമ്മുടെ ജീവനം ഒരു ചാനലിൽ പാടിയ മീഡിയ വണ്ണിലെങ്ങാണ്ട് പാടിയ ദേവി ആത്മരാഗമേകാം കന്യാവനിയിൽ സുഗതം കളഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. ഈ പാട്ട് കേട്ടിട്ടാ ഇക്ക വിളിച്ചത്. വിളിക്കുമ്പോഴേ പറഞ്ഞു അടുത്ത പടത്തിലൊരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞില്ല. വിളിച്ചിട്ട് പറഞ്ഞത് ഒരു കൂട്ടുകാരി ആ നമ്പർ തന്നെ, സുമേഷ്. ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു, അതിനകത്തുനിന്ന് ആ കൂട്ടുകാരി ഞാൻ ഈ പാട്ട് അതിനകത്ത് ഇട്ടപ്പോഴത്തേനും പുള്ളിക്കാരി അയച്ചു കൊടുത്തത് ഇക്കയ്ക്ക്. അപ്പം ഇക്ക ഈ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് തന്നെ വിളിക്കുമായിരുന്നു, ഈ ഇദ്ദേഹത്തിന്റെ നമ്പർ തരാൻ പറഞ്ഞിട്ട്. അല്ല സുമേഷ്, ഞാൻ ഇന്നോട് നാദർഷാണ്. ഞാൻ ഒരിക്കലും വിളിച്ചത്, ഞാൻ റാന്നിയിൽ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുക ആ സമയത്ത്. അത്യാവശ്യം മട്ടപ്പരിപാടി അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇക്ക ഇങ്ങനെ വിളിച്ചിട്ട് ഇക്കയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും വിളിച്ചത് ഇക്കയോട് ഞാൻ ഒരു ചാൻസും ഇല്ല പറഞ്ഞു. അല്ലടാ ഞാൻ നാദർഷയാണ്. അപ്പം ഞാനടുത്ത് റാന്നിയിൽ എന്നോട് പാടുന്ന മനോജ് ചേട്ടനെ കണ്ടാൽ ശബ്ദം മാറ്റി കണ്ട് വിളിക്കാൻ നോക്ക്. കുറേ നേരം കഴിഞ്ഞപ്പം പുള്ളി പറയാൻ തുടങ്ങി, എന്താണ് പാടിയ പാട്ടുകളൊക്കെ ഇട്ടതാ, വൈറലായി നീ ഡെസ്കി താളം പിടിച്ച് പാടിയൊരു പാട്ടൊക്കെ ഇല്ലേ, അതൊന്നും ഇട്ടതാ. ഞാൻ പിന്നെ പാടിയ സകലമാന സാധനം അപ്പൊ തന്നെ വാട്സപ്പ് പ്രൊഫൈല് നോക്കിയപ്പോൾ പിന്നെ ചവറ് പോലെല്ലാം വിട്ടു കൊടുത്തു. ഇക്കാതെ വേറെ എവിടേക്കോ ഇട്ടു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇക്ക വിളിച്ചു. അഞ്ജു ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരിയല്ലോ, പാലക്കാരി ചേച്ചി. അപ്പം ചേച്ചി ഞാനിവിടെ പത്തനംതിട്ട പുഷ്പമേളയിൽ ഗാനമേളയാണ്, അവിടെ പാടിക്കൊണ്ടിരുന്നപ്പോഴേ ഇക്ക വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് എങ്ങനെയുണ്ടാ കണ്ണിനെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ണിന് മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ഇക്ക, മധുരയിലെ ചികിത്സയാണ്. അതൊക്കെ നമുക്ക് ഓക്കെ ആക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത പടത്തിലൊരു പാട്ടുണ്ട്, അത് നമുക്ക് പാടാമെന്ന്. അപ്പം ഞാൻ എൻ്റെ ദൈവം, അപ്പം എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഇത് കേട്ടോണ്ടിരിക്കുക, വിനയ് ചങ്കറ എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടയിലുള്ള. അവൻ വരെ ഞെട്ടിപ്പോയി. കാരണം കാരണം അദ്ദേഹം സാധാരണക്കാരുടെ എല്ലാം പൾസ് അറിയുന്ന ഒരു വലിയ വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഒരു പാട്ട് തന്നാൽ അത് എൻ്റെ ലൈഫ് മാറുമെന്ന് എനിക്ക് 100% വിശ്വാസമാണ്. അപ്പം ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒരാളെ കൊടുക്കാടാന്ന് പറഞ്ഞിട്ട് ദിലീപേ എന്ന് പറഞ്ഞിട്ട് ദിലീപേൻ്റെ കൊടുത്ത് ദിലീപേണ്ടും കുറേ നേരം സംസാരിച്ചു. ഞാൻ കരച്ചിലോ ചിരി വല്ലാത്തൊരവസ്ഥയായിരുന്നു. കണ്ണിന് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഏത് രാജ്യത്ത് കൊണ്ടുപോയാലും അത് ശരിയാക്കാം, നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കണ്ട. ഇപ്പൊ ഈ നാദർഷ പറഞ്ഞ പടത്തിലെ പാട്ട് നമുക്ക് പാടാം. എന്നിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററായി കൊടുത്തു അദ്ദേഹം. ദേവാങ്കണൻ ഈ പാട്ട് പാടി അയക്കാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ അത് പെട്ടെന്ന് പാടി അയച്ച് കൊടുത്തു. പിന്നെ കുറേ നാളത്തേനൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നെ ഇളംകുളം, നമ്മുടെ പൊൻകുന്നത്ത് ഇളംകുളത്തൊരു പള്ളിയിൽ ഇക്ക വിളിച്ചിട്ട് നീ വരാമെന്ന് ചോദിച്ച് എന്നെ വിളിച്ച് പാടിച്ചു. അവിടെ ഒരു ഭയങ്കര ഒരു മെഗാ ഷോ ആയിരുന്നു, അതിനെ വിളിച്ച് പാടിച്ചു. അത് രഞ്ജിനി ജോസി ചേച്ചിയും അങ്ങനെ മൊത്തം സെലിബ്രിറ്റികളുള്ളൊരു വലിയ പ്രോഗ്രാമായിരുന്നു. അന്ന് അവിടെ പാടിച്ചപ്പോൾ എനിക്ക് വൃത്തിയായിട്ട് പാടാൻ പറ്റില്ല. കാരണം ഞാൻ പാടിയത് രാത്രി 1:30 കണ്ട ആ സമയത്ത്. അപ്പം പകലും ന്യൂ ഇയറിന്റെ ഇതായിരുന്നു, പകലും പ്രോഗ്രാം ഉണ്ടായിരുന്നു, തൊണ്ടയ സ്ട്രെയിൻ ആയിരുന്നു. 1:30 ആയപ്പോഴത്തേന് എനിക്ക് കണ്ണിന് ഭയങ്കര വേദന. 9 മണിക്ക് കണ്ണി മരുന്ന് ഒഴിക്കേണ്ടതാണ്. 1:30 ആയപ്പോഴത്തേനും വേദന കൂടിയിട്ട് ഞാൻ കണ്ണി മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാട്ട് കണക്കായി. ഈ തൊണ്ടക്കുള്ളിലോട്ട് അല്ലാതെ തന്നെ കണക്കായി. അതിൻ്റെ കൂടെ മരുന്നോടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ വെള്ളിയാണ് പാടുമ്പോൾ. അപ്പം കയറി ചെന്ന് ഇക്ക എന്നോട് ചെയ്താ പാടും. ഞാൻ പറഞ്ഞു പവനരച്ചെഴുന്ന് പാടാം പറഞ്ഞു. അതിനി പോകത്തില്ലടാന്ന് പറഞ്ഞു. ഫാസ്റ്റും എല്ലാം പാടി തകർത്ത് വെച്ചേക്കുന്ന വേദിയാണ്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ചിന്നമ്മ പാടാം. അന്ന് ചിന്നമ്മ പാടാൻ പറഞ്ഞു. ഞങ്ങൾ കയറി ചെന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം പവനരച്ചെഴുന്ന് 4 വരിയൊക്കെ പാടാം. ഞാൻ അവിടെ നിന്ന് കൺഫ്യൂഷൻ അടിച്ചു. എന്നിട്ട് പവനരച്ചെഴുന്നു സൂര്യോദയ ഹമ്മിങ് എടുത്തപ്പോൾ ഭയങ്കര കൈയടി. 10-50,000 വാട്സിൽ കൂടെ വന്നപ്പോഴേ നല്ല പവർ ആയിട്ട്. എന്നിട്ട് ഇങ്ങനെ ആ ഹമ്മിങ് മൊത്തം പാടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൈയടി. അത് കഴിഞ്ഞിട്ട് പവനർ എന്ന് തുടങ്ങിയതിന് അവിടെ ഒരു കൊടുവള്ളിയൊക്കെ വീണ് തൊണ്ടയെന്ന്. പിന്നെ ഞാൻ നിർത്തി. പക്ഷെ ഞാൻ അവിടെ പിന്മാറിയില്ല. വീണ്ടും അവിടെ നിന്ന് തന്നെ ഞാൻ ചമ്മി നാറാതെ വീണ്ടും ബാക്കി പാടി. പല്ലവി ഫുള്ള് പാടി. എന്നിട്ട് ചിന്നമ്മയും പാടിയിട്ടാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് പോരുന്നത്. തിരിച്ചു വന്നപ്പോൾ ഒരു പേയ്മെന്റും തന്നു, കുഴപ്പമില്ലാത്ത ഒരു പേയ്മെന്റും തന്നു. ശരിയടാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. വെള്ളി പിടിച്ചു അതാണോന്ന് അറിയില്ല. അങ്ങനെ ഒന്നും നോക്കാം. ആ സമയം രഞ്ജിനി ജോസ് ചേച്ചിയൊക്കെ പറഞ്ഞു ഈ സമയത്ത് നീ ഇത്രയെങ്കിലും പാടിയല്ലോ എന്ന് പറഞ്ഞു. ആ സമയം വല്ലാതെ ഈ അസമയത്ത് നിന്ന് പാടുമ്പോഴേ തൊണ്ടയ്ക്ക് ഭയങ്കര വിഷയം. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രോഗ്രാം.
10ാമതത്തിൻ്റെ അന്ന് ആദ്യം ആറന്മുള ക്ഷേത്രത്തിനടുത്തൊരു പ്രോഗ്രാം, രണ്ടാമത് ഒരു പ്രോഗ്രാം സൗണ്ടും വിഷയമായിരുന്നു, സൗണ്ട് സിസ്റ്റം അവരെ ഇതാക്കി പറയല്ല, അത് സൗണ്ട് ആ ടൈമിൽ എനിക്കും പാടാനും ബുദ്ധിമുട്ടായിരുന്നു, കണ്ണിൻ്റെ വിഷയം ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം കണക്കായിരുന്നു. പക്ഷെ അവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പരിപാടി കഴിഞ്ഞപ്പോൾ അവരല്ലോ ആൾക്കാരൊന്നും കാര്യത്തിൽ വിടുവാ, എന്റെ പൊന്നു പക്ഷേ മൊത്തം കുളമാക്കി പാടിയിട്ട് നിങ്ങളെ എന്നെ ആക്കുവാണോ എന്ന് ചോദിച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ വൈറൽ പാട്ടൊന്ന് പാടിയല്ലോ. തീർച്ചയായും. അങ്ങനെയാണല്ലോ സുമേഷ് എന്ന് പറയുന്നത് കലാകാരൻ ലോകം മൊത്തം അറിയുന്നത്. പത്തനംതിട്ടയിലുള്ള എൻ്റെ 2 സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരങ്ങളെന്ന് വേണേൽ പറയാം. ഇപ്പൊ ഈ രണ്ടാമത്തെ പരിപാടിയുടെ കാര്യം പറഞ്ഞില്ലേ, കടമനട്ടയിലായിരുന്നു. കടമനട്ട ദേവീക്ഷേത്രത്തിന് അവിടെ ഈ ആ ചേട്ടായിയൊക്കെ വന്നായിരുന്നു. ഒരു വിനയ് ചെങ്ങറ, അജിത് ചെങ്ങറ എന്ന് പറഞ്ഞിട്ട് ചേട്ടനും അനിയനും. അവരെ ആദ്യമായിട്ട് ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ചേട്ടാ. അപ്പോൾ അവര് പറഞ്ഞു നീ ഒരു പാട്ട് പാടും, നമുക്ക് ഫേസ്ബുക്കിൽ എടുത്തിടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നത്തവം ചെയ്തന്നെ ഇതിങ്ങനെ പാടി. അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് കൊട്ടാൻ അറിയാമല്ലോ, നീ ഒരു കാര്യം ചെയ്ത് താളമിട്ട് പാട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടിയതാ. അത് അങ്ങ് കയറിപ്പോയി. 10 കോടി അത്ര ആൾക്കാർ കണ്ടത്. അങ്ങനെയാണ് ഈ സുമേഷ് എന്ന് പറഞ്ഞ കലാകാരൻ ലോകം അറിയുന്നത് അല്ലെ, ആദ്യമായിട്ട് എങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലേ. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. എന്തായാലും ആ വൈറൽ പാട്ട് ഒരുപാട് മലയാളി ഇപ്പോഴും ഓർക്കുന്ന ആ ഒരു രംഗം നമുക്ക് വീണ്ടും ഒന്ന് പുനരാവിഷ്കരിക്കാം. பிரமனும் இந்திரனும் மனது போராமை கொள்ள, 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 உரலில் கட்டி வாய்பொத்தி, உரலில் கட்டி வாய்பொத்தி, உரலில் கட்டி வாய்பொத்தி கிஞ்சவை தாய் கண்ணனே, உரலில் கட்டி வாய்பொத்தி கிஞ்சவை தாய் கண்ணனே, உரலில் கட்டி வாய்பொத்தி கிஞ்சவை தாய் கண்ணனே, உரலில் கட்டி வாய்பொத்தி கிஞ்சவை தாய். தாயே என்ன தவம் செய்தனே யசோதா, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்கு என்ன தவம் செய்தனே யசோதா. யசோதா ഗംഭീരം. ശരിക്കും പറഞ്ഞല്ലേ ഈ ഒരു സംഭവത്തിലൂടെയാണ് സുമേഷ് അയിരൂർ എന്ന് പറയുന്ന കലാകാരൻ ലോകം മൊത്തം അറിയുന്നത്. അതിനുശേഷം പിന്നെ അവസരങ്ങൾ ഒരുപാട് വരികയായിരുന്നു അല്ലേ. കുറച്ച് നാൾ എന്നിട്ട് ഒരു ഗ്യാപ്പായിരുന്നു. കുറെ കല്യാണമൊക്കെ കഴിഞ്ഞു, വൈഫ് വന്നതിന്റെയും പിള്ളേരൊക്കെ വന്നതിന്റെയും ദൈവാനുഗ്രഹമൊക്കെ ആയിരിക്കും പിന്നെ അവസരങ്ങൾ ഈ ശരിക്കും പറഞ്ഞാലേ ഈ ഒരു ഗാനമേള ലീഡ് ചെയ്യുന്ന ഒരു ഗായകൻ എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് യേശുദാസ് പാടിയ പാട്ടോ അതേ സ്വരത്തിൽ കേൾക്കണമെന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എല്ലാവരും ആഗ്രഹം. അല്ല, ആ സ്വരം ഇല്ലാത്തവർ നമ്മൾ അംഗീകരിക്കത്തുമില്ല. ആ ഒരു ഭാഗ്യം സുമേഷ് കിട്ടിയിട്ടുണ്ട്. ഈ മനഃപൂർവ്വം ഉള്ള ഒരു ട്രാക്ക് മാറ്റമാണ് ഈ എം ജി ശ്രീകുമാറിന്റെ സ്വരം അല്ലെങ്കിൽ യേശുദാസിന്റെ സ്വരം ഒക്കെ മാറ്റി പിടിക്കുന്നത്. ഞാൻ പാട്ട് പഠിച്ച് അത് എം ജി ശ്രീകുമാർ സാറ് പാടിയ ഒരു പാട്ട് ഞാൻ കേട്ട് പഠിച്ച് പാടുമ്പോൾ എനിക്ക് അങ്ങനെ അത് പറ്റുന്നുണ്ട്. ഇപ്പം എന്നേ എനിക്ക് പറ്റത്തില്ല, ഇതെനിക്ക് പറ്റത്തില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല. അത് കേൾക്കുന്നവർക്കും ഒരു ഇതായിരിക്കത്തില്ലേ, ചിന്നമ്മ അടി കുഞ്ഞി പെണ്ണമ്മ എന്നല്ലാതെ ചിന്നമ്മ അടി, ഇതാ എന്റെ നോർമൽ സൗണ്ട്, അടി കുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാ എന്തോ ഒരു മറ്റേതാകുമ്പോഴല്ല അതിന്റെ ആ ഒരു മറ്റേതായാലും ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ ശ്രീരാഗം, ഇതൊരിക്കലും പറ്റത്തില്ലല്ലോ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് എനിക്ക് എന്റെ തൊണ്ടേന്ന് വരുന്നത് അങ്ങനെയാ പഠിച്ചിട്ട്. ഈ മറ്റുള്ള ഗായകരുടെ സ്വരം ഇങ്ങനെ പഠിക്കുന്നത് സ്പീഡ് ആയിരിക്കാം. ഇല്ല, അത് ഏകദേശം എനിക്ക് എന്റെ തൊണ്ടയിൽ വഴങ്ങാത്തതാ, എങ്കിലും ഞാൻ കാണാറുണ്ട്. അത് ഏകദേശം ആ ഒരു കൾച്ചറിനോട് നീതി പുലർത്തുന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ആ ഒരു വോയിസ് ഇവർ രണ്ടിനാണ് കൂടുതൽ മനസ്സിലായി വരുന്നത്. അത് ഞാൻ കുഞ്ഞിലെ മുതല് അവരെ വരുന്നുണ്ടോ?
ഏകദേശമൊക്കെ, പക്ഷെ അത് അത്ര സിമിലാരിറ്റി ഇല്ല. ഇത് വലിയ സിമിലാരിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുന്നല്ല കേട്ടോ, കേൾക്കുന്നത്. അല്ല, ഇത് യേശുദാസിന്റെ ജെയിംസ് ശ്രീകുമാർ കറക്റ്റ് ആണ്, അതിനപ്പുറം വേറെ വാക്കില്ല. ഈ ദാസേട്ടന്റെ കുറച്ചുകൂടെ ഈ ബാസ് മാറ്റി പിടിക്കാറുണ്ട്. അത് ട്രാക്ക്, അതിന്റെ ഒരു പരിവർത്തനം എങ്ങനെ? ദാസാറിന്റെ പാട്ടുകൾ മറ്റേ ഈ ഒരു ടോൺ ഇതല്ലേ വരുന്നത്, അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് സംഭവിക്കുന്നത്. ഈ പിന്നെ എം ജി ശ്രീകുമാറിന്റെ സ്വരത്തിൽ ഒരു പാട്ട് പാടിയ നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാമാർന്നു പോയി നാമജപാമൃത മന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാനേരം സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവനങ്ങിൽ. സ്റ്റേജിൽ അങ്ങനെ ഒരു ഈ കലാകാരൻ വേണം എന്നുള്ള ഒരു അഭിവാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? കാര്യം യേശുദാസിന്റെ എം ജി ശ്രീകുമാറിന്റെ ഒക്കെ സ്വരം കേൾക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. ഇവരുടെ മുമ്പിൽ പാടാനുള്ള അവസരം കിട്ടുന്നുണ്ട്, എം ജി ശ്രീകുമാറിന്റെയും അല്ലെ ദാസേട്ടന്റെ മുമ്പിൽ? ദാസാറിന്റെ മുന്നിൽ കുറെ ഗ്രൂപ്പായിട്ട് എന്നൊക്കെ പാടിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണണം, അനുഗ്രഹം വാങ്ങിക്കണം. ഞാൻ 2010 കൈരളി ചാനലിലെ ഗന്ധർവ സംഗീതം സെമിഫിനിൽ ഞാൻ കുറെ റിയാലിറ്റി ഷോസിൽ ഇങ്ങനെ പോയി ഓഡീഷന് പോയി എൻ്റെ ഊപ്പാട് തെറ്റിയിട്ടുണ്ട് ചേട്ടാ. എനിക്ക് സെലക്ഷൻ കിട്ടാതെ, കാരണം എം ജി സാറിൻ്റെ ഒക്കെ മുന്നിൽ പോകുമ്പോൾ എൻ്റെ മുട്ട് വിറയ്ക്കും. അതായത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ആദ്യമേ അങ്ങനെയുള്ള ഓഡീഷനിൽ അവസാന സെലക്ഷൻ, അവസാനം ഇപ്പൊ 20 പേരെ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. ആ 20 പേരില് 30 പേരില് ആദ്യം ഔട്ടാവുന്ന ഞാനായിരിക്കും. എനിക്ക് പേടി ഭയങ്കര ഇതായിരുന്നു. എനിക്ക് സ്റ്റേജ് ഫിയർ, സ്റ്റേജ് നിൽക്കാൻ പോലും പറ്റാത്ത പേടിയായിരുന്നു. ഇവിടം തൊട്ട വിറച്ച് ആ വല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ നാളുകൾ കഴിഞ്ഞപ്പം ഈ ഡെസ്കിത്താളം അടിച്ച് പാട്ട് ഏഷ്യാനെറ്റിൽ വന്നപ്പോൾ എം ജി ശ്രീകുമാർ സാർ അതെടുത്ത് അദ്ദേഹത്തിന്റെ പേജിൽ ഈ അനുഗ്രഹീത കലാകാരനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് സാർ അതെടുത്ത് പോസ്റ്റ് ചെയ്തു. കുറെ നാൾക്ക് ശേഷം അമൃത ടി വിയിൽ ഒരു പ്രോഗ്രാമിൽ ഞാൻ ചെന്നപ്പോഴേ സാർ സുമേഷേ എന്നൊന്നും പറഞ്ഞ് എന്നെ വിളിച്ച്, സാർ എങ്ങനെയുണ്ട് കണ്ണിന്, സുമേഷിന്റെ കണ്ണിന് എങ്ങനെയുണ്ട്, ഞാൻ തലകലടിച്ചുള്ള എല്ലാം ഞാൻ കാണുന്നുണ്ട് നോക്കിയത്. സാർ ഇങ്ങോട്ട് പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ്. കാരണം അന്ന് എന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അത് ദൈവം തമ്പുരാനുണ്ടെന്ന് പറഞ്ഞ് കറങ്ങി തിരിഞ്ഞു. അന്ന് എന്നെ ആദ്യം പിടിച്ച് ഔട്ടാക്കിയ സുരാജ് വെഞ്ഞാറമൂടി ചേട്ടായി. അദ്ദേഹത്തെ ഇന്നാക്കാനും ഔട്ടാക്കാനും ഉള്ള അന്ന് ചേട്ടായി കയറി വരുന്ന ടൈമാണ് സുരാജ് ചേട്ടൻ. അപ്പോൾ ഔട്ടാക്കാൻ അന്ന് ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗറിൽ അന്ന് ഈ ഇത് റിസൾട്ട് വിളിച്ച് പറയാൻ വേണ്ടി വരുത്തിച്ച സെലിബ്രിറ്റി സുരാജ് ചേട്ടനായിരുന്നു. അന്ന് ആദ്യം എന്നെ ഞാൻ ആദ്യം വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഇന്നായത്, ഞാൻ വലിയ കാര്യത്തിൽ കയറി ആദ്യം ഔട്ടായത്, അങ്ങോട്ട് മാറി അവിടെ മാറ്റി നിർത്തി. പക്ഷെ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മഴവിൽ മനോരമ ഒരു ഷോയില് ഞാൻ വേൽമുരുക പാടിയത് സുരാജ് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഓർക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്റെ മൈൻഡിലേ ഉള്ളു, അവരൊന്നും ചിന്തിക്കുന്ന പോലെയല്ല, നമ്മളത് മറക്കത്തില്ലല്ലോ. ഇത് ഭയങ്കര ഒരു കഴിവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ താളം അടിക്കാൻ കൂടെ തന്നെ പാടുക എന്നുള്ളത്. കാര്യം രണ്ട് ഒരേ ശബ്ദം വേണ്ടതാണ്. പക്ഷെ എന്നാൽ ഇത് താളം മാറുന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതെങ്ങനെ പഠിച്ചത്? കുഞ്ഞിനെ മുതൽ അച്ഛൻ എന്നെ ഈ ഭജന പോലുള്ള പ്രോഗ്രാംസിനെല്ലാം കൊണ്ടുവരും. അച്ഛൻ വീട്ടിൽ ഇരുന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യും. അച്ഛനാണ് എൻ്റെ സംഗീതത്തിൽ എൻ്റെ ആദ്യത്തെ ഗുരു അച്ഛനാണ്. ഈ ഭജൻസ് പോലുള്ള പ്രോഗ്രാമൊക്കെ അച്ഛൻ കുഞ്ഞിനെ തൊട്ട് കൊണ്ടുപോയി എനിക്ക് കുറച്ചൊക്കെ സ്റ്റേജ് ഫിയർ മാറിയത്. അപ്പം അച്ഛൻ ഇരുന്ന് പാടുമ്പോൾ ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ ടോണ് അവതാരമാ ഇങ്ങനെ തുറന്ന ശബ്ദമാണ്, അടയ്ക്കത്തേ ഇല്ല. സപ്താഹത്തിനൊക്കെ 7 ദിവസം ഇരുന്ന് വായിച്ചാലും അച്ഛന് സംസാരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ സംസാരിച്ച് മൈക്ക് കിട്ടുമ്പോൾ വെച്ച് വിളക്കും അച്ഛൻ. എൻ്റെ ത്രോട്ടേ അല്ല. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് എങ്ങും എത്താൻ സാധിച്ചില്ല. അപ്പോൾ അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഒരു. അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ഈ പാട്ടുകൾ പാടുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഡെസ്കിൽ താളം അടിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ചുമ്മാ അവതാളമായിരുന്നു, കൊട്ടാടാന്ന് പറയാം, അവതാളമാണ്. ഞാൻ മ്യൂസിക് കോളേജിൽ സബ് മൃദംഗമായിരുന്നു. പക്ഷെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഇങ്ങനെ കൈ ഈ വെല്ല പോലും അല്ല, അത് ഇങ്ങനെ വേറൊരു രീതിയിൽ ഈ ഫിംഗർ ഇങ്ങനെയൊക്കെയാ താളം അടിക്കുന്നത്. ഇത് അങ്ങനെയല്ല, അത് ഇതെങ്ങനെയോ ബ്ലഡിൽ കയറുന്നത്. ഏത് പാട്ട് വന്നാലും ആ പാട്ടിന് അങ്ങനെ ഒരു താളം എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കയ്യിലോട്ട് വരിക. സമയമിത പൂർവ്വസായ വരും. അത് സമയമിത പൂർവ്വസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപരമനാനി ശോഭാനം അനഘസൂരനീശ്വരഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാമസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി. സമയമിത പൂർവ്വസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപരമനാനി ശോഭാനം അനഘസൂരനീശ്വരഹൃദയം. ഗംഭീരം. അത്
ശ്രദ്ധ മാറുന്നില്ല പാട്ടിലും. അത് ഈ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? ഇതും അതും ഇത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അത് ഓട്ടോമാറ്റിക് വരികയാണ്. സംഭവിക്കുക. അത് കൊള്ളാം. പാട്ട് വലിയ കുഴപ്പമില്ലാതെ പോയാൽ ശ്രദ്ധിച്ചാൽ മതി. രണ്ട് ജോലിയാണല്ലോ അതിൽ. അത് ആരും സാധാരണ അങ്ങനെ ചെയ്യുന്നൊരു പതിവില്ല, ആരും ശ്രദ്ധിക്കാറില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു വേർഡ് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടോ ഈ താളം അടിക്കുക? സത്യം. ഞാൻ എബ്രോഡ് കുവൈറ്റും ദുബായിലും എല്ലാം ചെല്ലുമ്പോൾ അവിടെ ഈ പെട്ടി എടുത്ത് എനിക്ക് തരും, ഞാൻ അവിടെ ഇരുന്ന് ചെയ്യും. അവർക്കെല്ലാം അത് ഭയങ്കര അത്ഭുതം. അവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും വാട്സും മൈക്കിനകത്തോടൊക്കെ ഈ സാധനം ഈ പെട്ടിയിലൊക്കെ കറക്റ്റ് വെളിയിൽ കൂടെ മൃദംഗത്തിന്റെ ടൂണ് പോലെയാ, അല്ലെങ്കിൽ ഗഞ്ചറായി താളം അടിക്കുന്ന പോലെ തന്നെ കേൾക്കും. അടിപൊളി സംഭവം. വാദ്യപഠനത്തിന് ആവശ്യമില്ല അല്ലേ? എന്തിലും അടിക്കും. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ടേബിളിന്റെ പുറത്ത് ഒരു ചെറിയൊരു പലക, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന പ്രതലം വേണമെന്നുള്ള നിർബന്ധമുണ്ടോ കുറച്ച് താളം കിട്ടാൻ വേണ്ടി? അതെ, ഇച്ചിരി ഇതിപ്പം വലിയ വിഷയമില്ല. ഈ കസേര ആയാലും മതി, പ്ലാസ്റ്റിക് കസേര ആയാലും നല്ലതായിട്ട് കൊട്ടുമ്പോഴേ നല്ല ടോൺ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് പിന്നെ സിനിമയിലേക്കൂടെ ഒന്ന് വരാം. എന്തായാലും സിനിമയിൽ 4 വർക്ക് പാടിയിട്ടുണ്ടല്ലേ? 4 സിനിമയിലുണ്ട്. സിനിമയില് കണ്ണൻ താമരക്കുളം സാറിന്റെ വിധി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയില് ഇടിവാളിൻ തെളിവോടെ ഇവിടിനി നാട്ടു നന്മ പൂത്തു നിൽക്കുമോ ഇങ്ങനെ പാട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻ അരുൺ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ, ചേട്ടായിയുടെ അവകാശികൾ എന്ന് പറഞ്ഞിട്ട് മൂവി, ഇത് കേരളം എന്നൊരു നാട് നമ്മുടെ എല്ലാം വീട്, വാതിലുകൾ ലോക വെളിച്ചം വരവേൽക്കുന്നൊരു വീട് ഇങ്ങനെ പാട്ട്. ഞാൻ പാടിയുണ്ടായിരിക്കും ക്ലിക്കായിട്ട്. പടം അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, പടം ചില എന്നാലും പാട്ട് ശ്രദ്ധിക്കില്ല, എന്താണെന്നറിയില്ല. മറ്റേ 2 പടം ഏതൊക്കെയാ? മറ്റേത് ഒന്ന് അണ്ണാത്തെ ഫിലിമിന്റെ മലയാളം വെർഷൻ, എന്നുയിരേ എന്നുയിരേ കൺതുളുമ്പാതെ അങ്ങനെ പാട്ട്. പിന്നെ ചാറ്റൽ മഴക്കാറ്റ് പാടില്ലേ, തമിഴില് ഹിറ്റായതാ, ശ്രീറാംജി പാടിയ പാട്ടാ. മലയാളത്തിൽ കണക്കാ, എന്നാലും പാടാനുള്ള ഭാഗ്യം കിട്ടി. എഴുന്നള്ളിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് വന്നിട്ടില്ല അല്ല? ഏതെങ്കിലും വഴി വന്ന് ഇപ്പോ ഉണ്ടോ? അനന്ത സാധ്യത ഉണ്ടോ? സംസാരം പോലും നടക്കുന്നില്ല അല്ലേ? അല്ല, നമ്മുടെ അഖിൽ മാരാരി ചേട്ടനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബിഗ് ബോസിലെ അഖിൽ ചേട്ടായി എന്നെ വലിയ കാര്യമാണ്. ചേട്ടായി ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പാടിയ പാട്ട്, ജോജി ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു പാട്ട് പാടി ജോജി ചേട്ടായിക്ക് നേരിട്ട് അയച്ചു കൊടുത്ത്, ജോജി ചേട്ടായി വോയിസ് ഒക്കെ അയച്ചു, ചേട്ടാ അവൻ്റെ കൂടെ ഒന്ന് കൂടണം, അവൻ അസാധ്യ സിംഗറാണ്, നമ്മുടെ അടുത്ത പടത്തിൽ അവന് പാട്ട് കൊടുക്കാടാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ജയറാം ചേട്ടായി ഒക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ജയറാം ചേട്ടാ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, എന്താ ഞാൻ പറഞ്ഞു, ചേട്ടാ ഏതെങ്കിലും പടത്തിൽ ഒരു 4 വരിയെങ്കിലും, 4 വരിയായിട്ട് എന്തിനാ സുമേഷ്, നമുക്കൊരു പടത്തിൽ ഫുള്ള് പാട്ട് പാടിയേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ സാനീത പദനി, സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ സാനീത പദനി, സംഗീതമേ. ദപമഗനി ദപമ സനി ദപ ഗരി മഗതി സനി പദനി, സംഗീതമേ ഗരി മഗരി ധനി ദഗമ പദനി, സംഗീതമേ അമര സല്ലാപമേ, രിദ്ധിക സരിഗ സരി നിഗ നിഗ നി ധരി ധനി ധനി ദപ ഗമ പദനി സ പദമ പ സനി ഗരി ഗനി സ ദബരി ധ സത്തി ടി സ ഗരി സ ധനി സ മഗരി സരി ഗ ടി ഗ മഗരി നി ധനി ഗരി ധനി ദധനി ദബ മരി ദബ മഗ ഗമ മപ പദ ധനി നി സ സനി ടി ഗ ഗമ ടി ഗ ഗരി ഗി ധനി ധരി സ സ സ ധനി സ ഗരി ധനി ധ ധനി ധനി ദബ മ മനി ദബ മഗ ഗ ഗ മനി ദബ പദ നി സ ടി ഗ സരി ധനി ഗരി ധനി സ നി ധനി ധനി സനി ദബ ദ ഗരി സ ഗ ടി സനി ധനി ധനി ര സനി ദബ സനി ദ സ നി ദബ മ ഗമ പദ പ മ ധനി ധ പദ നി സനി ഗമ പദ ഗമ പദ പ മ ധനി മ പ ധനി സ പദ നി സ പദ നി സനി ഗരി സനി സ നി സനി ധനി സനി ദബ ദ പദ നി
ഞാൻ പാട്ടിനേക്കാൾ ശ്രദ്ധിക്കുന്ന ഈ ഒരു കൈയുടെ ഒരു ഒഴുക്കാണ്. നമുക്ക് ആദ്യം ശ്രദ്ധ പോകുന്ന ആ ഒരു സാധനത്തിലോട്ട്, അത് ഭയങ്കര സാധാരണ ഒരു കഴിവല്ല മനുഷ്യ. അപ്പൊ അതൊരു ശാപമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് എം ജി സാറിന്റെ അല്ലെങ്കിൽ യേശുദാസിന്റെ ഒക്കെ സ്വരം കിട്ടിയതൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അതിന് പ്രോബ്ലം ഇല്ല കേട്ടോ, അതൊരു ഭാഗ്യമല്ല. കാരണം അവരൊക്കെ എത്ര ലെജൻഡ്, അവരുടെ തൊണ്ടയുടെ ഒരു ടോണെങ്കിലും നമുക്ക് പൊടിക്കെങ്കിലും കിട്ടുന്നത് ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടല്ലേ ഞാനും കുടുംബം ഇപ്പൊ ഇതുപോലും ഞാൻ വാങ്ങിച്ചത് അങ്ങനെയാണ്. ആൾക്കാർ അതിന് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും സ്റ്റേജിൽ അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല, ഒരുപക്ഷെ അങ്ങനെ ഒരു കഴിവ് ഉണ്ടായതുകൊണ്ടായിരിക്കും ഇപ്പൊ സുമേഷിനെ ലോകം മൊത്തം അറിയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒറിജിനൽ സ്വരം ആണെങ്കിൽ ഇത്രത്തോളം ഫേമസ് ആവണമെന്നില്ല. മാത്രമാണ് പാടുന്നെങ്കിലേ അത് ചിലപ്പോൾ ഇങ്ങനൊന്നും ഈ പറയുന്നവര് നെഗറ്റീവ് പറയുന്നവരും ഇല്ല, അപ്പൊ ഒന്നും ഇല്ലല്ലോ. ഒരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ. ഗസ്റ്റ് സിംഗറായിട്ടാ കൂടുതൽ പോകുന്നത് അല്ലേ? അത്യാവശ്യം. ട്രൂപ്പായിട്ടൊന്നുമില്ല. ട്രൂപ്പായിട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഈ വിഷയങ്ങൾ കൂടുക, കാരണം ഉറക്കള, ടെൻഷൻ, ഈ ഗ്ലോക്കോമ ഉള്ള. ഇപ്പൊ അതിന്റെ ഒരു അവസ്ഥ എങ്ങനെ? ഇപ്പം അതിപ്പോ ഒരു 10-12 വർഷമായിട്ട് ഞാൻ മധുര അരവിന്ദിലെ ചികിത്സയാണ്. അവിടുത്തെ ഒരു നേരം പോലും മരുന്ന് നിർത്താൻ ഉറക്കൊളയ്ക്കാനൊന്നും പറ്റത്തില്ല. ഉറക്കൊഴിക്കുന്ന ഭയങ്കര വിഷയമാണ്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഉറക്കൊഴിക്കുക. പ്രൊഫഷൻ അങ്ങനെയാണല്ലോ. മിക്ക ദിവസം വീട്ടിൽ വന്ന് കയറുന്ന 4 മണിക്ക്, രാവിലെ 3 മണിക്കൊക്കെയാണ്. കാരണം അല്ലാതെ വഴിയില്ലല്ലോ, കാര്യങ്ങളെല്ലാം ഓടണ്ടേ. പിന്നെ അത് ഞാൻ കാഴ്ച എന്നുള്ളതല്ല, ഈ സംഗീതം കിട്ടുക തന്നെ ഏറ്റവും. അത് ഞാൻ മാക്സിമം ഇത് ചെയ്യുക. മരുന്ന് പിന്നെ പ്രോഗ്രാമിന് ശേഷമൊക്കെ ഒഴിക്കുന്നത്. 2 മണിക്ക് ആ പ്രോഗ്രാം കഴിഞ്ഞെങ്കിൽ അതിന് ശേഷം. പക്ഷേ ഈ പ്രേക്ഷകർ കേൾക്കുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അവര് സന്തോഷം. ഞാൻ ചിലപ്പോ പെയിനാ പാടുമ്പോഴേ. ഏറ്റവും ലാസ്റ്റ് ഈ വേൽമുരുക കഴിഞ്ഞ് മുക്കാല പാടി അങ്ങനെയൊക്കെയാണല്ലോ ഗാനങ്ങൾ. അപ്പൊ വേൽമുരുക ലാസ്റ്റ് ഞാൻ പാടും. ആ സമയത്ത് പൊട്ടി പൊളക്കുമായിരിക്കും. അത്രയും നേരം സ്ട്രെയിൻ ചെയ്ത് ലാസ്റ്റ് അതോടെ പിടിച്ചു കഴിയുമ്പോഴത്തേനും തലവേദന എടുക്കണ്ടല്ലേ? നല്ല പെയിനാ. ഇത് കഴിയുമ്പോഴാണ് തലവേദന. ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് റിലാക്സ് ആകുമ്പോൾ ഇളവ് തോന്നും. പിന്നെ മരുന്ന് ഒഴിക്കുമ്പോഴേ പിടിച്ചു നിർത്തി പോലെ നിൽക്കും. ഞരമ്പ് ചൂടാവുക. ഇതിന്റെ കംപ്ലീറ്റ് ദ്രവിച്ച് പോയി. ഇതിനൊട്ടും ഇല്ല. ഇതിനൊരു 70% കാഴ്ചയുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ട് ചിലരോടും ഞാൻ ഇതിന്റെ പേര് സിമ്പതി, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് ഇതിനൊന്നും വിഷയമില്ല, ഞാനുള്ള കാര്യം പറയുന്നത്, ഒരു കള്ളത്തരവും പറയുന്നില്ല. ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടല്ലേ? പിന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, ഒരു നേരം പോലും മരുന്ന് മുടക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇന്റർവ്യൂവിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങളെ വിടാൻ പോലും മനസ്സിലായി, അത്രത്തോളം നമുക്ക് സമയം പോലും അറിഞ്ഞതുമില്ല. എന്തായാലും നമുക്ക് നമ്മുടെ എം ജിയുടെ കൂടെ ഒരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. വാമദേവ പാർവതി വാമദേവ പാർവതി സുകുമാര, വാമദേവ പാർവതി സുകുമാര, വാമദേവ പാർവതി സുകുമാര, വാമദേവ പാർവതി സുകുമാര, പാരിരാസ്ത്ര സമ്മോഹിതാകര സാരിഗമ പനി ബബ മമരി സരി സാരിഗമ പനി ബബ മമരി സരി മഗമ പനി ബമഗമരി സരി സരിഗമ മഗമ പസാനി ബമരി സനി ബസനി ബമനി ബമരി സരിഗമ പസനി സരി സനി ബമരി സനി നി ബബ മമരി സനി സരി ബമഗ ബമനി ബസനി ബമരി സനി ബരി സനി ബമഗമ സരി സ്വാമിനാഥ പരിപാലയ ചുമ സ്വാപ്രകാശ വല്ലീശ ഗുരുദേവ ശേഷ സ്വാമിനാഥ പരിപാലയ